രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരുന്നതിൽ പാലക്കാട് DCCയിൽ അവ്യക്തത. നിലപാട് പറയാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാലക്കാട് DCC. എല്ലാം KPCCയിൽ പറയുന്നത് പോലെ ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. അതേസമയം രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഷാഫി പറമ്പിൽ ക്യാമ്പ്. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരും. വിനിഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമാണ്. പ്രധാനമായും പാലക്കാട് DCC നേതൃത്വമാണ് ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നത്. രാഹുലിന് സംരക്ഷണം ഒരുക്കാനുള്ള ഒരു ശ്രമം, നീക്കങ്ങൾ ഷാഫിയുടെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ MPയുടെ അനുനായികളുടെയും ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പാലക്കാട് DCC നേതൃത്വത്തിന് കൃത്യമായ ഒരു നിലപാട് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പാലക്കാട് DCC പ്രസിഡന്റിൻ്റെ മറുപടിയാണ് അതിൽ ഏറ്റവും വിചിത്രപരമായി തോന്നിയത്. കാരണം പാലക്കാട് DCC അല്ല KPCC ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം എടുക്കേണ്ടത് എന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. ഇല്ല, രാഹുൽ വിഷയത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കാണ് അദ്ദേഹം എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയ്ക്കും എനിക്കുള്ളത്. അദ്ദേഹമാണ് ഫൈനൽ വാക്ക്. അതനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് എൻ്റെ ബാധ്യത. അദ്ദേഹത്തിന് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് തുടക്കം മുതൽ തന്നെ രാഹുലിൻ്റെ വിഷയം ഉയർന്ന ഘട്ടത്തിൽ തന്നെ VK ശ്രീകണ്ഠൻ MPയും DCC പ്രസിഡന്റ് A. തങ്കപ്പനും KPCC നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. എന്നാൽ പോലും ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ രാഹുലിനെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാനുമുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി നിലവിലെ പാലക്കാട് DCC നേതൃത്വത്തിനും VK ശ്രീകണ്ഠൻ MPക്കും അടക്കമുണ്ട്. ഇതിനിടയിൽ പോലും ഇതിനെ മറികടന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ഷാഫിയുടെയും രാഹുലിൻ്റെയും ക്യാമ്പിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു നീക്കവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പോലും സംസ്ഥാനത്തെ വിവിധ കോൺഗ്രസിലെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെയും വിവിധ നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ നിയമസഭയിൽ എത്തിയത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീറിനൊപ്പമാണ്. അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വലിയ രീതിയിലുള്ള വിമർശനവുമായി രാഹുലിനെതിരെയും നേമൻ ഷജീറിനെതിരെയും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഷാഫിയുടെയും അതേപോലെ തന്നെ ഷാഫി പക്ഷക്കാരുടെയും നേതൃത്വത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും ആരംഭിച്ചിട്ടുള്ളത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം DYFIയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.